ഇത് ഇന്നലെ ആക്ച്വലി നമ്മുടെ പ്ലേ ബട്ടണൊക്കെ വാങ്ങാൻ പോകുന്നതിന് മുന്നേ ഉള്ള സംഭവം കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സച്ചുവിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അങ്കിളുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്കാണ് പ്ലേ ബട്ടൺ വാങ്ങിയിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് പോയതേ. അപ്പോൾ വേദയും പപ്പിയുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു, വേദ മമ്മിയായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ വേദ ഫോട്ടോ എല്ലാം കാണിച്ചു തരാം കേട്ടോ. വേദ ഇട്ടിരിക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് എൻ്റെതാണ്. എനിക്കിപ്പോൾ അത് കയറുന്നില്ല. അങ്ങനെ വേദ അതിന് ഷേപ്പ് ചെയ്ത് വേദ ഇട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം ചീമ കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കമ്മലാണ്. അതെല്ലാം ഇട്ട് വേദ തനിയെ റെഡിയായി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. കണ്ണെഴുതിയതും ലിപ്സ്റ്റിക് ഇട്ടതും മുടി കെട്ടിയതും എല്ലാം വേദ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കമൻറ്റ് കണ്ടു. ഇതെല്ലാം അവളുടെ തന്നെ സ്വന്തം കലാവിരുതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇന്നലെ നമ്മുടെ വേഷം കണ്ടതാണല്ലോ. ഇത് തന്നെയാണ് രാവിലെ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ ഇട്ടതും പ്ലേ ബട്ടൺ വാങ്ങിയപ്പോൾ പോയപ്പോൾ ഇട്ടതും ഞങ്ങളുടെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ഇടുന്നതും എല്ലാം ഈ സെയിം ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. വൈകുന്നേരമാണ് ഫംഗ്ഷൻ. 5 മണിയാണ് പറഞ്ഞത്. ഞങ്ങളൊരു 4:30 4:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ചീം എപ്പോഴും പറയും അവിടെ അധികം ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരണ്ട, ഫ്രൂട്ട്സ് അധികം അവിടെ പോകത്തില്ല, സ്നാക്സ് ആണെങ്കിൽ നല്ല രീതിയിൽ ചിലവാകും, അതുകൊണ്ട് വരുമ്പോൾ സ്നാക്സ് വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് ചീം എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സ്നാക്സ് വാങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ചീമ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് പാർട്ടിയൊന്നും വയ്ക്കാത്തത്, ചീമ വന്നാലേ ഇനി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആര് ചോദിച്ചിരുന്നു അതെന്താ ചീമ എവിടെ പോകുമെന്ന് പറയാൻ പാടില്ലേ, പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീമ കോച്ചിങ്ങിനായിട്ട് കണ്ണൂർ പോയിരിക്കുകയാണ്. ഒരു 3-4 മന്ത്സ് എന്താ കോച്ചിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ചീമ എത്തത്തുള്ളൂ. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഇനി അവൾ വന്നിട്ട് നമ്മളെ ഭാഗത്തുനിന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ വന്നിട്ടുണ്ട്. ഇത് മറ്റേ ലൈവായിട്ട് ചിപ്സൊക്കെ വറുത്ത് കൊടുക്കുന്നില്ലേ, അവിടെയാണ് നമ്മൾ സാധനം വാങ്ങാനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ വേദ ലഡു വേണമെന്ന് പറഞ്ഞു, ഞാൻ ലഡു വാങ്ങി തരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ട പിണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാനല്ലേ വാങ്ങി കൊടുക്കുന്നത്, നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ലഡു ഒക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ കുറച്ച് ചിപ്സ്, ജിലേബി, ലഡു വാങ്ങിയെന്തോ എന്തൊക്കെയോ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം, മിക്സ്ചർ, പക്കോട, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ നേരെ സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയത്. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ സ്നാക്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഡയറ്റൊന്നും ചെയ്യാത്തപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ഇവിടുത്തെ പൊട്ടാറ്റോ ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊട്ടാറ്റോയിലല്ല, ടപ്പിയോക്ക ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ച് വെച്ചിട്ട് വെറുതെ ഒരു ദിവസം ഫുള്ള് വേണമെങ്കിൽ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്നാക്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീട്ടിലത്തേക്കും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ. ആ വറുത്ത് വെച്ചിരിക്കുന്ന കടലയൊക്കെ വാങ്ങുന്നുണ്ട് അച്ഛൻ. പിന്നെ എന്തൊക്കെയോ വീട്ടിലത്തേക്കും കൂടി വാങ്ങി പൈസ എല്ലാം പേ ചെയ്ത ശേഷം നമ്മൾ നേരെ സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സച്ചുവിൻ്റെ വീട്ടിലേക്കല്ല, നമ്മൾ നേരെ അവിടെ നിന്ന് പ്ലേ ബട്ടൺ വാങ്ങാനായിട്ടാണ് പോയത്. പ്ലേ ബട്ടണും വാങ്ങി കയ്യിൽ വെച്ച ശേഷമാണ് നേരെ നമ്മൾ സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും മീൻസ് അധികം പേരെ വിളിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല നമുക്ക്. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. 5 മണിക്കാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, 5 മണി എന്ന് പറഞ്ഞാൽ 6 മണിയൊക്കെ ആവും. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ടൈമിന് കറക്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ടേ. അമ്മയുടെ കാലും വെച്ച് പതിയെ നടന്നു വരികയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഫാൻസ് അല്ലേ. ഇത് കേൾക്കുമ്പോഴും കമൻസ് എല്ലാം അമ്മ റെഡി ചെയ്യാറുണ്ട് കേട്ടോ. റെഡി ചെയ്യുമ്പോഴേക്കും തനിയെ സ്വയം പൊങ്ങാറുണ്ട് കേട്ടോ അമ്മ. ദേ നമ്മുടെ ലൂണ് നിൽപ്പുണ്ട്. ലൂണയ്ക്ക് വലിയ വീടെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൂണയ്ക്ക്. ദേ ഇവിടെ ഇതാണ് സച്ചുവിൻ്റെ അമ്മുമ്മ, അച്ഛൻ്റെ അമ്മ, ബർത്ത്ഡേ ബോയുടെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അങ്കിളുടെ അമ്മയാണ്. ദേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്, സച്ചുവിൻ്റെ അച്ഛനാണ്. അപ്പോൾ അങ്കിളിന് ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാം വിഷ് ചെയ്തു. അങ്കിളിൻ്റെ ഗിഫ്റ്റെല്ലാം നമ്മൾ കൊടുത്തു. അപ്പോഴേക്കും ആൻറ്റി വന്നു. ആൻറ്റി കിച്ചണിൽ ഭയങ്കര ജോലിയാട്ടോ. ആൻറ്റി ആണെന്ന് കുക്കിംഗ് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ആൻറ്റി നമുക്ക് ഡ്രിങ്ക്സ് എല്ലാം തന്നു. പിന്നെ ചായ വേണമെങ്കിൽ ചായ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചില്ല കേട്ടോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഈ ടാങ്കൊന്നും എനിക്കിഷ്ടമല്ല. ടാങ്കാണോ മിറിൻ്റെയാണോ എന്ന് അറിയത്തില്ല. ഏതായാലും എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരമൊക്കെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം കൂടി കുടിച്ചാൽ വയറ് നിറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോഴേക്കും ആൻറ്റി ഇതേ കുറേ ചിപ്സ് എല്ലാം എടുത്തുകൊണ്ട് തന്നു. ഇതെനിക്കിഷ്ടമുള്ള ചിപ്സാണ്, അതുകൊണ്ട് ആ ചിപ്സ് അങ്ങനെ ഇരുന്ന് ഞാനും വേദയും കൂടി കഴിച്ചു കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് എനിക്കിഷ്ടമല്ല. ആ ചിപ്സ് അല്ല, ഇത് സാധാ അഴുക്ക് മോശം എണ്ണയിൽ വറുത്ത ചിപ്സാണ്. ആ ചിപ്സ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചിപ്സ്. അങ്ങനെ ഞാനും വേദയും കൂടി ആ ചിപ്സ് എല്ലാം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കുറേ സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും പ്ലേറ്റ് കാലിയായിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും വേദയും കൂടി അത്രയും കഴിച്ചു. ഇല്ല പിന്നെ അവിടെ നിന്നവർ ആരൊക്കെയോ ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചു. എങ്കിലും കൂടുതലും കഴിച്ചത് ഞാനും വേദ കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം അവിടെ എങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ല 5 മണിയെന്ന് പറഞ്ഞിട്ട് 5 മണിക്കൊന്നും വേറെ ആരും വിളിച്ചിട്ടില്ല. സച്ചുവിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഫാമിലി അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ട്. പിന്നെ സച്ചുവിൻ്റെ മാമനുണ്ട്, മാമനെയും വിളിച്ചിട്ടുണ്ട്. വേറെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവരാരും എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവരെത്താൻ ലേറ്റാവും.
5 മണി എന്നുള്ളത് 6 മണി, ചിലപ്പോൾ 7 മണിയൊക്കെ ആവും. സച്ചുവിൻ്റെ അനിയനും എത്തിയിട്ടില്ല, അനിയനും വൈഫും എത്തിയിട്ടില്ല. മീനാക്ഷിക്ക് വർക്കുണ്ട്, വർക്കിനൊക്കെ പോയിട്ട് അവരും എത്തിയിട്ടില്ല. അവരെല്ലാം എത്തിയിട്ട് എപ്പോഴാണോ കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറെ ധൃതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളും കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ പങ്ക്ച്വാലിറ്റി, ആ ടൈമിൻ്റെ ഒരു പങ്ക്ച്വാലിറ്റി കാണിച്ച് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും എന്തേ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മീനാക്ഷി എന്ന് പറയുന്നത് സച്ചുവിൻ്റെ അനിയൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. ഇത് മീനാക്ഷിയുടെ അമ്മ. നേരത്തെ ഒരു നിഴൽ പോലെ കണ്ടത് മീനാക്ഷിയുടെ അച്ഛനാണ് കേട്ടോ. അങ്കിളിനെ പിന്നീട് വിശദമായിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, അമ്മയും ഒക്കെ എടുക്കുന്നുണ്ട് ചിപ്സ്, എല്ലാവരും എടുക്കുന്നുണ്ട്. എങ്കിലും ഞാനും വേദയാണ് കൂടുതൽ കഴിച്ചത് കേട്ടോ. ഈ സച്ചു നിൽപ്പുണ്ട്. സച്ചുവൊക്കെ ഭയങ്കര മുഖമൊക്കെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. കുംഭമേളയ്ക്ക് പോയ ക്ഷീണം, അതിനുശേഷം നേരെ ചീമയെ കൊണ്ടുവന്ന് കണ്ണൂരാക്കി, അതിൻ്റെ ക്ഷീണം, ഉറക്കത്തിൻ്റെയൊക്കെ ക്ഷീണമായിട്ട് സച്ചുവിൻ്റെ മുഖമൊക്കെ ആകെ വല്ലാണ്ട് വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞു തന്നപ്പോഴേക്കും ഇതേ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ലക്കി. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ലക്കി. ഇത് സച്ചുവിൻ്റെ മാമൻ്റെ മോളാട്ടോ. ആളിവിടെ ഉണ്ടായിരുന്നു, ആൾ ഉറക്കം എന്തായിരുന്നു, ഇപ്പോൾ എണീറ്റൊക്കെ വന്നതേ ഉള്ളൂ. ആളോട് വീഡിയോ ഒക്കെ ഒന്ന് വാ തല കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നാണിച്ച് ചമ്മി ബാക്കിലോട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ മിക്കവാറും ഉള്ള എല്ലാ വീഡിയോസും ആൾ കാണാറുണ്ടേ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്ക് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമായിരിക്കും. വരാതെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പം അവൾ ഓക്കെ ആവുമായിരിക്കും. ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അവൾ. ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉറക്കത്തിൻ്റെ ഒരു ഇതുകൊണ്ടാവും ആൾ ഒളിച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ സമയം ഇങ്ങനെ കാര്യമെല്ലാം പറഞ്ഞു. ഓരോരുത്തരായിട്ട് എത്തുന്നു. ഇനി വേറെ ആരുമില്ല. വേറെ മീനാക്ഷിയും ജിത്തു സച്ചുവിൻ്റെ അനിയൻ. ഞാൻ എന്തെന്നോ ഇതെല്ലാം എടുത്തെടുത്ത് പറയുന്നത്, ഇതാണ് സച്ചുവിൻ്റെ അമ്മ കേട്ടോ, റെഡ് കളർ നൈറ്റി. മറ്റേത് മീനാക്ഷിയുടെ അമ്മ. ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത് എപ്പോഴും വീഡിയോയുടെ താഴെ ഇങ്ങനെ വരും, സച്ചു ആരാ, ചീമ ആരാന്ന് ചോദിച്ചിട്ട് ചിലപ്പോഴൊക്കെ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഇനി അതിന് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ വീഡിയോയുടെ താഴെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. വീഡിയോയ്ക്ക് കമൻറ്റിന് താഴെ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ജിത്തുവും മീനാക്ഷിയും ലക്കിയുടെ അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്. അവർ കൂടി എത്തിയാൽ കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോസ്റ്റായിരിക്കുകയാണ്. പോസ്റ്റായൊന്നും ഇരിപ്പില്ല, കാര്യമെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ കണ്ടു, ഇപ്പോൾ ലക്കി ഒന്ന് സ്മാർട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോക്കൊക്കെ ഒന്ന് മുഖം തരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഉള്ളത് കൊണ്ടാണ് ലക്കി അങ്ങനെ ഇരുന്നത്. ഇപ്പോൾ ഓക്കെ കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ജിത്തുവും മീനാക്ഷിയും വന്നിട്ടുണ്ട്. അവർ കേക്കും വാങ്ങിയിട്ടാണ് വന്നത്. സംസം ബൺ കഫേ എന്ന കേക്കും വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. മീനാക്ഷി അല്ലല്ലോ, സോറി, ലക്കിയുടെ അച്ഛനും അമ്മയും വരാൻ കുറച്ചൊന്ന് ലേറ്റ് ആവും. നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാട്ടോ മീനാക്ഷിയുടെ അച്ഛൻ. അങ്കിളിനെ നേരത്തെ നെടൽ പോലെയല്ലേ കാണിച്ചത്, ഇപ്പോൾ ശരിക്കും കാണിച്ചു. മീനാക്ഷിയുടെ അച്ഛനും അമ്മൂമ്മയും. അപ്പച്ചി എന്നാണ് ഇവരെല്ലാവരും അമ്മൂമ്മയെ വിളിക്കുന്നത്. അപ്പച്ചി അമ്മൂമ്മ. ഞാൻ അപ്പച്ചി അമ്മൂമ്മ എന്നിങ്ങനെ വിളിക്കും കേട്ടോ. അങ്കിളിൻ്റെ അമ്മയാണ്. അങ്കിളുടെ അല്ല, സച്ചുവിൻ്റെ അച്ഛൻ്റെ അമ്മ. ഓക്കെ, അമ്മൂമ്മ. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് സമയമായി. അങ്കിൾ ദേ ഷർട്ടെല്ലാം മാറി വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ബോയ് ദേ ഷർട്ടെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണേ. ഈ ബർത്ത്ഡേ എന്താ അത്രയും സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, അങ്കിളിന് 60 വയസ്സാവുകയാണ്. ഞാനത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ അങ്കിളിന് ഇതുവരെ ആയിട്ടില്ല. അങ്കിളിന് ഇനി 2-3 വർഷം കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഓൾറെഡി ആയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അങ്കിളിന് ആവുന്നതിൻ്റെ ഒരു സെലിബ്രേഷനാണ്, 60 വയസ്സാവുന്നതിൻ്റെ സെലിബ്രേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ കേക്കെല്ലാം വാങ്ങി അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ 60 എന്നിങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ക്യാൻഡിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ക്യാൻഡിൽ ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വെച്ചപ്പോൾ അച്ഛൻ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോകും ലോകം മൊത്തം ഇനിയിപ്പോൾ കാണും എനിക്ക് 60 വയസ്സെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വിഷമമായിരുന്നു. ഇപ്പം അച്ഛന് പകുതി സമാധാനമായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങളെ ഇങ്ങനെ 60 വയസ്സായെന്ന് കാണിക്കുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, അതിനിപ്പോൾ എന്താ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 60 വയസ്സിൻ്റെ ക്യാൻഡിലെല്ലാം വെച്ചു. ഇനി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഏതാഘോഷം വന്നാലും ചീമക്കുട്ടിയുടെ ഉണ്ടാവില്ല കേട്ടോ, പാവം. എപ്പോഴും പഠിക്കാനൊക്കെ പുറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവത്തേയില്ല. ഇപ്രാവശ്യം അത് തന്നെയാണ് അവസ്ഥയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്ലേ ബട്ടൺ വന്നപ്പോൾ എന്തായാലും ചീമ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചിലവ് ചെയ്യുന്നുള്ളൂ എന്നങ്ങ് തീരുമാനിച്ചത്. അവൾ പറഞ്ഞു, എന്നെപ്പം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ പാർട്ടിയൊക്കെ നടത്തിക്കോ, കുഴപ്പമില്ല. അവളത് പറഞ്ഞെങ്കിലും പക്ഷെ നമ്മുടെ മനസ്സതിന് അനുവദിക്കത്തില്ല. ചീമ കൂടെ വന്ന ശേഷം മാത്രമേ ഇനി ആ ഒരു പ്ലേ ബട്ടൻ്റെ ഒരു ചിലവുണ്ടാവത്തുള്ളൂ. ദൈവമേ, അപ്പോൾ ഒരു ഗോൾഡൻ ബട്ടൺ കിട്ടണേ. ചീമയ്ക്ക് ഇനി 3-4 മാസം എന്തേ ഉള്ളൂ. പക്ഷേ അത് കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ. അത് നടക്കത്തില്ല എന്നറിയാം, എങ്കിലും ഞാൻ ആഗ്രഹിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ ഇതേ അങ്കിൾ കേക്ക് കട്ട് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ.
പറ്റുന്നവരെല്ലാവരും അപ്പോൾ അങ്കിളിനൊന്ന് വിഷ് ചെയ്തേക്കാം കേട്ടോ, ബർത്ത്ഡേ വിഷ് ചെയ്യുക. അങ്ങനെ ഔദ്യോഗികമായി അങ്കിളിന് 60 വയസ്സായി എന്ന് നമ്മളെല്ലാവരും കൂടി കൈയടിച്ചങ്ങ് പാസ്സാക്കി കേട്ടോ. ഇവിടെ കേവലം 30 വയസ്സായപ്പോഴേ എൻ്റെ മനസ്സ് ടപ്പേ ടപ്പേന്ന് ഇടിച്ച വിഷമം എനിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഈ 60 വയസ്സാവുന്നവരൊക്കെ എങ്ങനെ സഹിക്കുന്നു എനിക്കറിയില്ല. ദൈവമേ, 30ലേക്ക് കടക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീല്. 28 കഴിയുമ്പോഴേ നമുക്ക് ടെൻഷനും BP ഒക്കെ കൂടും കേട്ടോ. അയ്യോ 30ലേക്ക് കടക്കുന്നല്ലോ. 30 കടക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീലിങ്സൊക്കെ വല്ലാത്തൊരു ഫീലിങ്സാണ്. അത് പറയാൻ പറ്റാത്തൊരു ഫീലിങ്സാണ് കേട്ടോ. ഇപ്പോൾ ഈ 60 വയസ്സായവരൊക്കെ സമ്മതിക്കണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും മധുവങ്കിള്, മീനാക്ഷിയുടെ അച്ഛൻ്റെ പേര് മധുവങ്കിൾ എന്നാണ്, മധു എന്നാണ്, സോറി ഞാനാണ് അങ്കിള് ചേർത്തത്. അങ്കിള് ഒരു പൊന്നാടയെല്ലാം കൊണ്ട് വരുവാണ് ഔദ്യോഗികമായി. ഇപ്പോഴാണ് പ്രഖ്യാപനം നടന്നത്, 60 വയസ്സായി എന്നുള്ള ശരിക്കും ആയത് ഇപ്പോഴാണ് കേട്ടോ. അയ്യോ ക്യാൻഡിൽ അണയ്ക്കാൻ മറന്നുപോയി. പിന്നെ രണ്ടാമതാട്ടോ ക്യാൻഡിലെല്ലാം ഊതി അണച്ചത്. ഇനി അടുത്തെന്താണ്, കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കേക്കായിരുന്നു കേട്ടോ. ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള മിൻറ്റ് സംതിങ് കേക്കായിരുന്നു. അതിൻ്റെ ആ ക്രീമിലെന്തോ ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു. പക്ഷേ ആ ക്രീം വന്നിട്ട് മിൻറ്റിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കേക്കായിരുന്നു. കേക്ക് ഞാൻ 2 പീസ് കഴിച്ചു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് അങ്ങനെ ഈ പൂച്ചയൊക്കെ മീൻ കട്ട് ചെയ്യുമ്പോൾ വന്ന് അങ്ങനെ ഇരിക്കില്ല, അതുപോലെ ഞാനും ചെന്ന്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഇരുന്നതാണ്, വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പൂച്ചയൊക്കെ മീൻ കട്ട് ചെയ്യുമ്പോൾ ഇരിക്കും പോലെ ഞാൻ കൂടെ ഇരുന്നു 2 പീസ് കേക്ക് വാങ്ങി കഴിച്ചേ. എന്നിട്ട് പിന്നെ ഞാൻ ആ സീറ്റിൽ നിന്ന് എണീക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എന്തിനാണ് എണീക്കുന്നത്, ആർക്കും വിളിച്ചിട്ട് ആർക്കും ഭക്ഷണം വേണ്ട. ഞാൻ കരുതി ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ആർക്കും വേറെ ആരും ഇരിക്കാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അവിടെ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഫുഡെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കുകയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഓരോ സാധനം കൊണ്ടുവയ്ക്കുമ്പോഴും ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നായിട്ട് പ്ലേറ്റിലെടുത്ത് വയ്ക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഒരു പൊറോട്ടയും ഒരു ചപ്പാത്തിയും കുറച്ച് റൈസും എടുത്തു. കപ്പയൊന്നും ഞാൻ എടുത്തില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കപ്പയും മീൻകറി ആണെങ്കിൽ കഴിക്കും, എനിക്ക് കപ്പയും ചിക്കനുമായിട്ട് വലിയ കോമ്പിനേഷൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പൊറോട്ടയും ചപ്പാത്തിയും ഫ്രൈഡ് റൈസും എടുത്തു. വേദ 2 പൊറോട്ട മാത്രം എടുത്തു. പിന്നെ വേദയും ഞാനും അച്ഛനും അമ്മയും ലക്കിയും മീനാക്ഷിയുടെ അമ്മയും കൂടിയാണ് ഇരുന്നത്. അങ്കിൾമാരൊന്നും ഇരുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിരിക്കാമെന്ന് പറഞ്ഞു. നമ്മളെന്തായാലും ഇനി കഴിച്ചിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ആദ്യമേ ഇരുന്നത്. പിന്നെ ആരെയും വിളിച്ചിട്ട് വന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അവിടെ നിന്നതാട്ടോ. സച്ചുവിൻ്റെ ബ്രദർ ജിത്തു, നേരെ കാണിക്കാൻ പറ്റിയില്ല, എനിക്ക് ഒരു ക്ലിപ്പ് പോലും ജിത്തുവിൻ്റെ നേരെയുള്ളത് കിട്ടിയില്ല കേട്ടോ. പുറകെ പായസവും വന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചു. റൈസും ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. ചില്ലി ചിക്കൻ ഞാൻ എടുത്തില്ല. ഇതിൽ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആൻറ്റി ഉണ്ടാക്കിയതാണ്. പായസവും ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. ചപ്പാത്തിയും പൊറോട്ടയും ചില്ലി ചിക്കനും മാത്രം പുറത്തുനിന്ന് വാങ്ങി, ബാക്കിയെല്ലാം ആൻറ്റി ഉണ്ടാക്കിയതാണ്. എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, കിട്ടില്ല ടേസ്റ്റായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നന്നായിട്ട് ഞാൻ വേദയൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും സച്ചുവിൻ്റെ മാമൻ എത്തിയായിരുന്നു. ഇതാണ് സച്ചുവിൻ്റെ മാമൻ, സജി അങ്കിൾ, നമ്മുടെ ലക്കിയുടെ അച്ഛൻ, സച്ചുവിൻ്റെ അമ്മയുടെ സഹോദരൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അവരുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. നമ്മളങ്ങനെ പതിയെ ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് യാത്ര അയക്കാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരോടും ടാറ്റാ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനപ്പോൾ പറയായിരുന്നു എൻ്റെ പ്ലേ ബട്ടൺ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയാം, അപ്പോൾ ചിലവുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചിലവെല്ലാം ഇനി ചീമ വന്ന ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.